വിശദമായി നോക്കാം. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം പൊളിച്ചാണ് പോലീസിന്റെ അതിവേഗ നടപടി. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് 10:30 ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അശ്ലീല പരാമർശത്തിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് ബോബിയുടെ കസ്റ്റഡി. ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു. മാനസികമായി ആശ്വാസമെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനോടുള്ള ഹണി റോസിന്റെ പ്രതികരണം. താനും കുടുംബവും കടന്നുപോയിരുന്നത് മോശം അവസ്ഥയിലൂടെയായിരുന്നു. ബുദ്ധിമുട്ട് മുഖ്യമന്ത്രി അറിയിച്ചപ്പോൾ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. തന്റെ പരാതിക്ക് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ നൽകിയ വിശദീകരണം അംഗീകരിക്കാനാകില്ല എന്നും ഹണി റോസ് ന്യൂസ് 18നോട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാനസികമായി ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം. കാരണം ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന എന്റെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് പറയാൻ കഴിയുന്നതിലും മോശമായിരുന്നു. അത് അതുകൊണ്ടാണ് ഈ ഒരു ഫൈറ്റിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ആദ്യത്തെ പരാതി രേഖപ്പെടുത്തിയപ്പോഴും ഒക്കെ അത് വളരെയധികം അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. അതേപോലെ തന്നെ എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിക്കണം എന്നല്ല ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി. ഞാൻ എന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും വേണ്ട നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു വാക്കും കിട്ടിയിരുന്നു. DGP സാറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു, മറ്റു പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പൊ അവരെല്ലാം അതിനെ അത്രയും സീരിയസ് നോട്ട്സോടുകൂടി തന്നെയാണ്. കാരണം ഇത് എന്റെ ഒരു വിഷയം മാത്രമല്ല, ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു വിഷയമല്ല. സമൂഹത്തില് എന്റെ കൊളീഗ്സും അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളും അല്ലെ പുരുഷന്മാരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണിത്. അതിനെ അഡ്രസ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഒരു ഫൈറ്റുമായിട്ട് മുമ്പോട്ട് വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. എല്ലാ വീഡിയോ തെളിവുകളും ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തേക്കുന്നത്. അല്ലാതെ ഞാനൊരു തമാശയായിട്ട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള പരാതി അല്ല അതല്ല. അങ്ങനെയുള്ള ഒരു പെരുമാറ്റവുമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പലതവണ അദ്ദേഹത്തെ അറിയിച്ചതാണ്. ഞാൻ അവരുടെ പ്രോഗ്രാമിൽ നിന്ന് മാറി നിന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അവിടെ നിർത്താമായിരുന്നു. അന്നേരം സോറി പറയാമായിരുന്നു, ചെയ്തില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം അറ്റാക്ക് ചെയ്യായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് പണമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, ഒരു സ്ത്രീ എന്റെ മുമ്പിൽ വന്ന് നിന്ന ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ റീസെന്റ് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ പോലും വളരെ മോശമായിട്ട് നമ്മളെ അപമാനിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലരും ഒരു വലിയ പൊസിഷനിൽ നിൽക്കുന്നു എന്ന ആളുകൾ കാണുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാവുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നുള്ള ഒരു കാര്യത്തില് അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു എന്ന് തോന്നിയ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ഈ പരാതിയായിട്ട് മുമ്പോട്ട് പോയത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ഒപ്പം വയനാട്ടിൽ നിന്ന് MS അനീഷ് കുമാറും ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബുവും ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം MS അനീഷ് കുമാറിലേക്കാണ്. അനീഷ്, ദീപനാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. നാടകീയമായി തന്നെയുള്ളൊരു അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. എന്തായാലും സമൂഹ മാധ്യമത്തിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ഒരു സ്ത്രീയെ അപമാനിച്ചതിനുള്ള കൃത്യമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത് എന്ന് തന്നെ പറയാം. കൃത്യമായി മുൻകൂർ ജാമ്യം തേടാനും അത് ലഭിക്കും വരെ പ്രതി ഒളിവിൽ പോകാനുമുള്ള പഴുതുകൾ അടച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസിന്റെ ദ്രുതഗതിയിലുള്ള നടപടി എന്ന് തന്നെ പറയണം. ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ വിശദമായി. ഭവ്യ, അപ്രതീക്ഷിതവും ചടുലവുമായ നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഉറച്ചു നിൽക്കുമെന്ന് ഹണി റോസ് വ്യക്തമാക്കിയതോടെ തന്നെ ഈ ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഒപ്പം മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പും നിയമവൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് കോയമ്പത്തൂരിലെ അദ്ദേഹത്തിൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ പോലും അവിടേക്ക് പോകാതെ വയനാട്ടിലേക്ക് അദ്ദേഹം വന്നത്. വയനാട്ടിലെ 900 കണ്ടി എന്ന വളരെ വിപുലമായൊരു എസ്റ്റേറ്റ് അദ്ദേഹത്തിനുണ്ട്. അവിടെയാണ് ഈ ടൂറിസം പ്രവർത്തനങ്ങളൊക്കെ
നടത്തി വന്നിരുന്നത്. കഴിഞ്ഞ നവോത്സവ ദിനത്തിലും അവിടെ വലിയ ഒരു സംഗമം, വലിയൊരു പാർട്ടി നടത്താൻ ഉദ്ദേശമെങ്കിലും പ്രാദേശികമായി വലിയ എതിർപ്പുകൾ ഉയരുകയും പിന്നീട് ഹൈക്കോടതി അതിന് സ്റ്റേ നൽകുകയുമായിരുന്നു. ആ റിസോർട്ടിലേക്കാണ്, ആ ഹോം സ്റ്റേയിലേക്കാണ്, ആ എസ്റ്റേറ്റിലേക്കാണ് അദ്ദേഹം എത്തിയത്. അതിനുശേഷം അവിടെ നിന്നും പോലീസ് വരുന്നറിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ ഈ 5 റോഡ് എന്ന സ്ഥലത്ത് വെച്ച് ഈ കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘം 10 മണിയോടുകൂടി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ കാറിൽ ഈ AR ക്യാമ്പിലേക്ക് എത്തിച്ചു. AR ക്യാമ്പിൽ കാറിട്ട് ഏതാണ്ട് 20 മിനിറ്റോളം അവിടെ സമയം ചെലവഴിച്ചു. അതിനുശേഷം പോലീസ് ജീപ്പിൽ ഒരു സാധാരണ കുറ്റവാളിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന പോലെ തന്നെ പോലീസ് ജീപ്പിൽ ബോബി ചെമ്മണ്ണൂരുമായി അന്വേഷണ സംഘം, ഈ സെൻട്രൽ പോലീസിൻ്റെ പോലീസ് സംഘം പുറത്തേക്ക് വരികയായിരുന്നു. നമ്മൾ കരുതിയിരുന്നത് എയർ ക്യാമ്പിൻ്റെ പുത്തൂർ വയലിൽ സ്ഥിതി ചെയ്യുന്ന എയർ ക്യാമ്പിൻ്റെ മുൻവശത്തിലുള്ള പ്രധാന ഗേറ്റിലൂടെ പുറത്തേക്ക് വരുമെന്നായിരുന്നു. എന്നാൽ പോലീസ് അവിടെ ഒരല്പം കാര്യം കാണിച്ചു. മറുവശത്തുള്ള പിൻവശത്തുള്ള ഗേറ്റിൽ കൂടിയാണ് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ അദ്ദേഹം കൃത്യമായി പതിയുകയും ചിരിയോടുകൂടി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെയാണ് പോയത്. താമരശ്ശേരി ചുരം കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. വൈകുന്നേരത്തോടുകൂടി ഏതാണ്ട് ഈ അന്വേഷണ സംഘം ബോബി ചെമ്മണ്ണൂരുമായി അവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൃത്യമായ ചടുലമായ നീക്കത്തിലൂടെ മുൻകൂർ ജാമ്യ ഹർജി തേടുകയും പിന്നീട് മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുകയും അല്ലെങ്കിൽ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് അകത്തു പോകാതെ പുറത്ത് കടക്കാം, അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു കസ്റ്റഡിയിലേക്ക് പോകേണ്ടി വരില്ല എന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ പദ്ധതിയാണ് പൊളിഞ്ഞത്. നേരത്തെ ഹഡിനോസ് പറഞ്ഞ പോലെ താങ്കളുടെ പണത്തിൻ്റെ കുങ്കുമായി മുന്നോട്ട് പോകൂ, ഞാൻ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും എന്നത്. ആ നിയമവ്യവസ്ഥ ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ എന്ന സമ്പന്നനായ വ്യവസായി ഇപ്പോൾ പോലീസ് വാഹനത്തിനുള്ളിലിരുന്നൊരു സാധാരണ കുറ്റവാളിയെ പോലെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത്. ഭവ്യ, അതാണ് സാഹചര്യം. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന എല്ലാ സ്ത്രീകൾക്കുമുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണിത്. നടപടിയെടുത്തു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ വിമർശനങ്ങൾ നേരിട്ടാൽ നടപടി ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി. എന്തായാലും